നാട്ടിൽ കിടന്ന് കഷ്ടപ്പെടാതെ കേരളത്തിലേക്ക് പാടൂ. ഇവിടുത്തെ ഈ ഹരിതാഭയും ഈ പച്ചപ്പും ഈ കാറ്റും വെയിലും ഇത് വല്ല ഊഷ്മളത വേണം. താൻ കേരളത്തിലേക്ക് വരണം. ഗുഡ് മോർണിംഗ്. നമ്മുടെ ഈ എപ്പിക് ജേർണിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഞാൻ മാത്രമേ ഉള്ളൂ. ഇക്ക വേറൊരു ലോഞ്ചിന് വേണ്ടി പോയേക്കുവാണ്. സോ നമ്മൾ ഈ ഡേ സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ പുന്നത്തൂർ കോട്ടയാണ്. എല്ലാവർക്കും അറിയാവുന്നൊരു സ്ഥലമാണ്. വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വരുന്നത്. ഞാൻ കുറേ പ്രാവശ്യം വന്നിട്ടുള്ള സ്ഥലമാണ്. ഗുരുവായൂർക്ക് വരുമ്പോൾ എപ്പോഴും വരുന്നൊരു സ്ഥലത്ത്. കാരണം എനിക്ക് ആനകളുടെ ഭയങ്കര പ്രേമമുള്ളൊരു കാര്യമാണ്. തൃശ്ശൂർക്കാരനാണ്. ആനപ്രേമമില്ലെങ്കിൽ അത്ഭുതം. സോ ഇതാണ് പുന്നത്തൂർ കോട്ട. ഇത് മൊത്തം ഒരു 11 ഏക്കറിലാണ് സ്ഥിരീകരിച്ചേക്കുന്നത്. ഇത് പഴയൊരു പാലസാണ്. പഴയൊരു ഇവിടുത്തെ ഒരു രാജാവിൻ്റെ പാലസാണിത്. ആ പാലസിനെ കൺവേർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു എലിഫൻറ്റ് ക്യാമ്പാക്കി മാറ്റിയത്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആനകൾ ഒരേ സമയം നിർത്തിയിട്ടുള്ള ഒരു സ്ഥലമായിരിക്കണം പുന്നത്തൂർ കോട്ട. ഇവിടെ കുറേ മനുഷ്യാവകാശ ആനിമൽ റൈറ്റ്സ് കമ്മീഷനൊക്കെ വന്നിട്ട് കുറേ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഈ ചെയിൻ വെച്ചത് അതൊന്നും അല്ല ഇവിടുത്തെ കാര്യം. ദിസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ആനപ്രേമികൾക്ക് വന്നിട്ട് ആനകളുടെ കളികളും കാര്യങ്ങളും കാണാൻ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ ഗുരുവായൂർ അമ്പലത്തിലേക്ക് ആനകളെ കൊടുക്കുന്ന ഒരു കാര്യം ഇവിടെ ഉണ്ടായത്. ആനകളെ അവിടെ നടയിരുന്നത്. ആ ആനകളാണ് ഇവിടെ മെയിനായിട്ട് സ്ഥിരീകരിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ യാത്രയിൽ അടുത്ത പോയിന്റിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. കൊടുങ്ങല്ലൂരുള്ള ചേരമാൻ പള്ളി. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ പള്ളിയാണിത്. മുസ്ലിം പള്ളി നമുക്ക് കാണാൻ പറ്റും. ഇത് ശരിക്കുള്ള ആർക്കിടെക്ചർ അല്ല ഈ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് 1984 പണിതിട്ടുള്ള 629 AD ഈ പള്ളി പണിത് തന്നെ. ഇതിൻ്റെ ശരിക്കുള്ള സ്ട്രക്ചർ ബാക്കിലാണ്. നമുക്കിപ്പോൾ കാണുന്നത് പ്രീ മോഡൽ ചെയ്താൽ കാണാൻ പറ്റും. എന്തായാലും ഇങ്ങോട്ട് വന്ന് എല്ലാവരും ഒന്ന് കാണണം. കൊടുങ്ങല്ലൂർ വന്ന് റോഡ് സൈഡിൽ തന്നെ കാണാൻ പറ്റുന്ന സംഭവം. എല്ലാവരും വരണം, എന്ന് കാണണം. ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവരകത്ത് പോയിട്ട് ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പറഞ്ഞത് എല്ലാവർക്കും തീർച്ചയായിട്ടും വരണം. ആൻഡ് ഐ വോണ്ട് ഫോർഗെറ്റ് ദിസ്. എന്തായാലും എല്ലാവരും വരണം. ഹായ് ഫ്രണ്ട്സ്, ഐ ആം ബാക്ക്. ഇന്നലെ ഒരു ലോഞ്ചിന് പോകേണ്ടി വന്ന് നന്ദു പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാനിവിടെ ട്രിവാൻഡ്രത്തായിട്ട് നമ്മൾ ജോയിൻ ചെയ്തു. ദിസ് ഇസ് അവർ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ് എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഉള്ളത്. ആൻഡ് വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ് മോണ്യുമെൻറ്റ് ജഡായു പാറാറ് ജഡായു എർത്ത് സെൻറ്റർ എന്ന് പറയുന്ന ചടയമംഗലത്തിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാണ്. വെരി പ്രൗഡ് ടു ബി എ കേരളൈറ്റ് റൈറ്റ് നൗ. അബ്സല്യൂട്ട്ലി. ശരിക്കും ഒരു ഇൻ്റർനാഷണൽ ക്ലാസ്സിലുള്ളൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയാവുന്ന എല്ലാ എലമെൻസും ഉണ്ട് ഇവിടെ. അത് നമുക്കിവിടെ റിസീവ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. വരുന്ന സെക്യൂരിറ്റിൻ്റെ ഡ്രസ്സിങ് രീതി ആവട്ടെ, അത് കഴിഞ്ഞ് റിസപ്ഷൻ ആവട്ടെ, അവിടെ നിന്ന് പെയിൻറ്റിങ് മീൻസ് എന്താ പെയിൻറ്റ് കളർ കോഡ് ലൈക്ക് വൈറ്റ് കളറിലും കൊടുത്തിട്ട് വരുന്ന സൈഡിൽ ബോർഡ്സ് ഇൻഫർമേഷൻസ് അതിൻ്റെ കയറി കഴിഞ്ഞാൽ ആ റിസപ്ഷൻ ഏരിയ. പിന്നെ ഇവിടേക്ക് ആക്ച്വലി ഒരു റോപ്പ് വേയിലാണ് നമ്മൾ കയറിയിട്ടുള്ളത്. അപ്പോൾ റോപ്പ് വേയിൽ കയറുമ്പം അവിടെ ഉണ്ടായിരുന്ന സിസ്റ്റം, ഈ ബെൽറ്റ്, ഈ വാച്ച് ബാൻഡ് എല്ലാം തന്നെ ശരിക്കും ഒരു ഇൻ്റർനാഷണൽ ഫോമിൽ വന്നിട്ടുണ്ട്. ഇത് ശരിക്കും റിയലി അപ്രീഷിയേറ്റബിൾ ആണ്. എന്തായാലും ആ ഒരു സംഗതിക്ക് വി ഹാഡ് ടു ഹാറ്റ്സ് ഓഫ് ടു ദ ടീം ഫോർ ഫസ്റ്റ്. വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. യെസ്, അത് എന്തായാലും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ജഡായു പാറിനെ കുറിച്ച് പറയുമ്പോൾ, ജഡായു എർത്ത് സെൻറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ പണി നടക്കുന്ന സമയത്ത് വന്ന ആളാണ് നന്ദു. ഞാൻ ഇവിടെ ആദ്യമായിട്ട് വരികയാണ്.
എന്തായാലും ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായിട്ടുള്ള വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. കാരണം ഈ ഒരു ജഡായുടെ ഒരു പ്രതിമ എന്ന് പറയുന്നത് ഏകദേശം 8 ഫ്ലോറിലെ ബിൽഡിങ്ങിൻ്റെ അത്രയും ഹൈറ്റ് ഉണ്ട്. 75 ഫീറ്റാണ് അതിൻ്റെ ഹൈറ്റ് ഇവിടുന്ന്. ഇത് സ്ഥിതി ചെയ്യുന്ന സീ ലെവലിൽ നിന്ന് 1000 ഫീറ്റ് ഹൈറ്റിലാണ്. അപ്പോൾ ഇത്രയും ഉള്ളൊരു ഹൈറ്റിലാണെങ്കിൽ കൂടി ഇവിടുന്ന് കിട്ടുന്ന ഒരു പെനോറമിക് വ്യൂവും അല്ലാതെ തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഒന്നുമില്ല. പക്ഷേ ഇവിടുന്ന് ഒരു ശരിക്കും 3D വ്യൂ ആണ് കിട്ടുന്ന. ഒരു സൈഡിൽ വർക്കലുണ്ട്, മറ്റേ സൈഡിൽ കൊല്ലമുണ്ട്. ഇങ്ങനെ ശരിക്കും നമുക്ക് ഡിസ്റ്റൻറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഇങ്ങനെ സീ എല്ലാം കാണാൻ പറ്റും നല്ല ക്ലൈമറ്റിലാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡിഫറൻസ് ആയിട്ടുള്ളൊരു വേരിയൻ്റ് ആയിട്ടുള്ളൊരു വ്യൂ ഉണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊരു മ്യൂസിയം വരാൻ പോകുന്നുണ്ട്. ജഡായുടെ ആ ഒരു യുഗത്തിലുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് വെച്ചിട്ടാണ്. പക്ഷേ ഈ ഒരു സ്കൾപ്ചറിനെ കുറിച്ച് പറയുമ്പം ഈ ഒരു ഏരിയയിൽ ഏകദേശം 1.5 ലക്ഷം മരങ്ങൾ ഈ പാറക്കെട്ടിൻ്റെ മേലെ നിലനിർത്തിയിട്ടും പ്ലാൻ ചെയ്തിട്ടുമാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് അനദർ ബിഗ് തിങ്. യെസ്, അതൊന്ന്. 2, ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത് സ്റ്റീലും സിമെൻറ്റും ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഫീൽ കിട്ടുന്ന രീതിയിലാണ്. ഇത് ഇനി ഓക്സിഡേറ്റ് ചെയ്തിട്ട് നാച്ചുറൽ ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ പാറയുടെ ഒരു ഫീൽ ലഭിക്കും. ഇപ്പം തന്നെ പലരും ഈവൻ അതുവരെ പ്രതീക്ഷിച്ചത് അത് കാവ് ചെയ്തെടുത്തത്, കാരണം പാറയുടെ ഒരു ഫിനിഷിലാണ് ഉള്ളത്. സോ വൺ പ്ലേസ് യു മസ്റ്റ് കം. ഇപ്പോൾ കേരളമായിട്ടാണെങ്കിലും പുറത്തുള്ള ആളുകളാണെങ്കിലും യു മസ്റ്റ് കം ഓവർ ഹിയർ. വളരെ ഒരു എന്താ പറയുക പ്രൗഡായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണെന്ന് പറയാം. കാരണം ഈ ഒരു ഇത്രയും ഹൈറ്റുള്ള ഹിസ്റ്ററി ഉള്ളൊരു സാധനമാണ് ജഡായു എന്ന് വെച്ചാൽ ആരാന്ന് എല്ലാവർക്കും അറിയാം. യെസ്. പിന്നെ ഇവിടെ രാമപാദം പണിഞ്ഞിട്ടുള്ള ഒരു അമ്പലം വരുന്നുണ്ട്. അത് ഓപ്പൺ ആയിട്ടില്ല, ഉടനെ ഓപ്പൺ ആവുമെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം പുറമെ ഈ ഒരു 10 വർഷം കൊണ്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള BOT അടിസ്ഥാനത്തിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സെൻറ്ററാണ്. സോ ഇറ്റ്സ് എൻ അമേസിങ് പ്ലേസ്, വൺ ഓഫ് ദ മെയിൻ ബക്കറ്റ് ലിസ്റ്റ് ഇൻ കേരള നൗ. മിസ്സാവാതെ വന്നിട്ട് എന്തായാലും നിങ്ങൾ എൻജോയ് ചെയ്യണം. ബാക്കി വിഷ്വൽസ് വി ആർ ഷോയിങ് യു. വെരി വാം ഗുഡ് മോർണിംഗ് എന്ന് തന്നെ പറയാവുന്നൊരു ഗുഡ് മോർണിംഗ് ആണിത്. കാരണം നമ്മൾ സൺസെറ്റ് കണ്ടു, ഇപ്പോൾ സൺറൈസ് ജസ്റ്റ് കണ്ടു. സൺറൈസായിട്ട് കാണാൻ പറ്റിയില്ല, അൺഫോർച്ചുനേറ്റ്ലി ക്ലൗഡിയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. പക്ഷേ ആ ലൈറ്റും ആ ഒരു റിഫ്ലക്ഷനും കളർ ചേഞ്ച് എല്ലാം നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു. ഇതിപ്പോൾ കന്യാകുമാരിയുടെ സാധാരണ ആളുകൾ എത്തുന്ന ഒരു പോയിന്റിലാണുള്ളത്. ഇവിടെ തന്നെ വാച്ച് ടവർ ഉണ്ട്, പക്ഷേ അവിടേക്കും വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് നമ്മളിവിടെ നിൽക്കുന്നത്. നമ്മൾ വളരെ റിസ്ക് എടുത്തിട്ടാണ് വണ്ടി നിർത്തിയിരിക്കുന്നത്, കാരണം പോലീസ് വന്നാൽ ചാർജ് ചെയ്യുന്നതെല്ലാം പറയുന്നുണ്ട്. എനിവേ ദിസ് ഇസ് ദ മൊമെൻറ്റ് ഫോർ സൺറൈസ്. നമുക്ക് അതിപ്പം ശരിക്കും എൻജോയ് ചെയ്യാം. കുറച്ചുകൂടെ കഴിഞ്ഞാൽ സണ്ണ് മേലേക്ക് വരുന്നതായിരുന്നു. ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് ടു വിറ്റ്നസ് ദിസ് അമേസിംഗ് മൊമെൻറ്റ്. ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിൽ നിന്ന് തുടങ്ങിയ നമ്മുടെ ഈ ഗ്രേറ്റ് ഇന്ത്യ ഡ്രൈവ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ സൗത്ത് മോസ്റ്റ് എൻഡിലാണ്. ഇവിടെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മറ്റൊരു സ്റ്റാച്യുവിന് മുമ്പിലാണ് സ്റ്റാച്യു ഓഫ് തിരുവല്ലൂർ. നമുക്കറിയാം തമിഴ് ഈസ് ദ ഓൾഡസ്റ്റ് ലാംഗ്വേജ്, ഇന്ത്യയിലുള്ള ഓൾഡസ്റ്റ് ലാംഗ്വേജ്, പഴയതാണ് സ്വഭാവം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എനിവേ ഈ സ്റ്റാച്യുവിനെ കുറിച്ച് പറയുമ്പോൾ ഇറ്റ്സ് 133 feet tall amazing huge statue. നമ്മളത് കണ്ടുവന്നിരിക്കുകയാണ്. Again a one important place, must visit place. So friends, this Hyundai Great India Drive ends here with the end of National Highway
ഇത് ഹൈവേസിൻ്റെ സദേൺ മോസ്റ്റ് ടിപ്പാണ്, അല്ലെങ്കിൽ ഒരർത്ഥത്തിൽ ഇവിടുന്ന് ഹൈവേ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയാം. നമ്മൾ ഏറ്റവും സദേൺ മോസ്റ്റ് ടിപ്പിലുള്ളത് ഹൈവേ അല്ലെങ്കിൽ റോഡ്സിൻ്റെ. അപ്പോൾ ഇവിടെയാണ് നമ്മളും ഡ്രൈവ് ചെയ്യേണ്ടിയിരുന്നത്. എന്തായാലും ഈ എപ്പിക് ജേർണി ഇവിടെ കംപ്ലീഷൻ ആയാലും വെരി നൈസ്. 47 നമ്മുടെ ഈ ഗ്രേറ്റ് ഇന്ത്യ ഡ്രൈവ് ഒരേ പോയിന്റിൽ കംപ്ലീറ്റ് ആവുന്നു. ആൻഡ് നെക്സ്റ്റ് എപ്പിസോഡ് ദിസ് മീ നന്ദു ആൻഡ് മിസ്റ്റർ ഹാനി മുസ്തഫ. See you guys. സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധകരെ, പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഇത്രക്ക് പോപ്പുലറായ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തേണ്ടി. എടാ ബാക്ക് ഓക്കെ ആണോ? ബാക്ക് ഓക്കെ പോരട്ടെ. ബാക്ക് ഓക്കെ, ബാക്ക് ഓക്കെ, ഡബിൾ ഓക്കെ. Our journey is not complete. We are continuing our journey of power of fashion through the roads of India and abroad. Hope you guys enjoyed this 8-day trip with us. Actually, today is 9 days. ഇതുവരത്തെ ഇംഗ്ലീഷ് പറയാൻ പറ്റും. 1ാം ക്ലാസ് കൂടി കഷ്ടപ്പെടുത്തിരുന്നെങ്കിൽ ഇംഗ്ലീഷ് പറയാം. സിനിമയിലാണ് ജോലി, സിനിമയിലാ. ക്യാമറമാനാണ്. ഒന്നും മിണ്ടാതിരിക്കോ, എന്റെ കോൺസെൻട്രേഷൻ പോണു. ആയുധം വെച്ചിട്ടുള്ള കളിയാ, അറിയോ? ശരി മുതലാളി. ശരിക്കും മുതലാളി ഞാനാ. ശരി, ശരിക്കും മുതലാളി. ഇന്ത്യയിൽ സാറല്ലാതെ വേറെ ഒരു ഡയറക്ടർ ഇല്ല ഇത് ചെയ്യാൻ. ടഫ് സബ്ജക്റ്റാ. വെരി ടഫ് സർ. എന്താ ചെയ്യില്ല, പടം ഞാൻ തന്നെ ചെയ്യണം. മതി മതി.